എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? രസകരമായൊരു കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു രഹസ്യം വരുത്തി വെച്ച വിന അതെന്താണെന്നറിയണ്ടേ? ശരി, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കുറച്ച് നാളുകളായി അക്ബർ ചക്രവർത്തിയുടെ മനസ്സിനൊരു വല്ലാത്ത വിഷമം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പോക്ക് അത്ര നല്ല വഴിക്കല്ല. ചീത്ത കൂട്ടുകെട്ട് കാരണമാണ് മകൻ വഴിപിഴയ്ക്കുന്നെന്ന് ചക്രവർത്തിക്ക് ബോധ്യമാണ് താൻ. സകല ദുശീലങ്ങളുടെയും വിളനിലമായിരുന്ന ദിവാൻ പുത്രനുമായുള്ള അവൻ്റെ കൂട്ടുകെട്ട് ഒഴിവാക്കാൻ ചക്രവർത്തി ആവതും ശ്രമിച്ചു നോക്കി. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ ഇക്കാര്യം ബീർബലിനെ ഏൽപ്പിക്കാമെന്ന് ചക്രവർത്തി തീരുമാനിച്ചു. വിവരങ്ങൾ അറിഞ്ഞ ബീർബൽ ഇവരുടെ കൂട്ടുകെട്ട് പൊളിച്ചു കൊടുക്കാമെന്ന് ചക്രവർത്തിക്ക് വാക്കും കൊടുത്തു. ഒരു ദിവസം ദർബാറിൽ ദിവാൻ്റെ മകനും ചക്രവർത്തിയുടെ മകനും ഉപവിഷ്ടരായിരുന്നു. ഇത് പറ്റിയ സമയമെന്ന് മനസ്സിൽ കരുതിയ ബീർബൽ ദിവാൻ്റെ മകനെ ആംഗ്യം കാണിച്ചുകൊണ്ട് അടുത്തേക്ക് വിളിച്ചു. അവൻ അടുത്തെത്തിയപ്പോൾ അവൻ്റെ ചെവിയിൽ എന്തോ രഹസ്യം പറയുന്ന മട്ടിൽ ബീർബൽ ചുണ്ടനക്കിക്കൊണ്ട് നിന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചക്രവർത്തിയുടെ മകനെയും നോക്കി. സത്യത്തിൽ ബീർബൽ ഒന്നും പറഞ്ഞിരുന്നില്ല. ഇത് ബീർബലിൻ്റെ ഒരു തമാശ മാത്രമായിരിക്കുമെന്ന് ദിവാൻ്റെ മകനും കരുതി. രഹസ്യ സംഭാഷണം അവസാനിപ്പിച്ച ബീർബൽ തൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു. അല്പസമയം കഴിഞ്ഞ് ചക്രവർത്തിയുടെയും ദിവാൻ്റെയും പുത്രന്മാർ ദർബാറിൽ നിന്നും പോകാനൊരുങ്ങി. അവർ പുറത്തു കടക്കുന്നതിനിടയിൽ ബീർബൽ ദിവാൻ പുത്രനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞേ, ഞാൻ പറഞ്ഞ കാര്യം രഹസ്യമായിരിക്കട്ടെ. ഒരിക്കലും അത് ആരോടും പോയി പറയരുതേ. ദർബാറിന് പുറത്തെത്തിയ ഉടനെ ചക്രവർത്തിയുടെ മകൻ ദിവാൻ്റെ മകനോട് ചോദിച്ചു: എന്താണ് ബീർബൽ നിന്നോട് പറഞ്ഞത്? ഏയ്, ഒന്നും പറഞ്ഞില്ല. പച്ചക്കള്ളം, എന്നിൽ നിന്നും നീ എന്തോ മറയ്ക്കുന്നു. ഇല്ല കുമാര, ഒരു രഹസ്യവുമില്ല. എന്നോട് അയാൾ ഒന്നും പറഞ്ഞില്ല. നീ നുണ പറയുകയാണ്. ദർബാറിൽ വെച്ച് എന്നെ നോക്കിക്കൊണ്ട് അയാൾ നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ദിവാൻ്റെ മകൻ പറഞ്ഞതൊന്നും ചക്രവർത്തി കുമാരൻ വിശ്വസിച്ചില്ല. ഫലമോ? ഈ സംഭവത്തോടെ ഇരുവരും എന്നേക്കുമായി പിണങ്ങി. ദിവാൻ്റെ മകനുമായി ഇനി തനിക്ക് യാതൊരുവിധ കൂട്ടുമില്ലെന്ന് ചക്രവർത്തി കുമാരൻ തീരുമാനമെടുക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ അക്ബർ ചക്രവർത്തിക്ക് ഇതിൽ പര സന്തോഷം വേറെയുണ്ടോ? മകൻ്റെ കൂട്ടുകെട്ട് പൊളിക്കാൻ ബീർബൽ നടത്തിയ തന്ത്രമറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിരി അടക്കാനായില്ല. ചക്രവർത്തി ബീർബലിന് ധാരാളം സമ്മാനങ്ങൾ നൽകി. ഇതിൽ നിന്നും കൂട്ടുകാരെന്ത് മനസ്സിലാക്കി? നമ്മളൊരു കൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. എന്നാൽ പോകെ പോകെ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ എന്തു വേണം? നല്ലതല്ലാത്ത കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നന്മയുള്ള കൂട്ടുകെട്ട് മാത്രം തിരഞ്ഞെടുക്കുക. എന്നാലോ ഒരാളെ നശിക്കാൻ വിടാൻ പറ്റുമോ? അതുമില്ല. നമുക്കൊരാളെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയുക. അപ്പോൾ എങ്ങനെ കൂട്ടുകാരെല്ലാം നല്ല കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുമല്ലേ? നിങ്ങളെല്ലാവരും നല്ലവരല്ലേ? അപ്പം നിങ്ങളെല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക. ശരി, അടുത്ത കഥയുമായി ഞാൻ ഉടനെ എത്താം.